ഈ വീടിനോട് ചേർന്നുള്ള കടയിൽ ഉള്ള രണ്ട് ചേച്ചിമാരാണ് നമുക്കിപ്പം ചേരുന്നത്. അവർക്ക് ഇവരെ പരിചയമുണ്ട്, ഇവിടെ സാധനം വാങ്ങാനും ഒക്കെയായി വരുന്നതാണ്. കുട്ടിയെ നേരത്തെ പരിചയമുണ്ടോ? അടുത്തൊക്കെ വരാറുണ്ട്? വരും, ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അവിടെ ഒന്ന് സാധനമൊക്കെ മേടിക്കാൻ വരും. പക്ഷേ അയാളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ വരാറില്ല. ഇന്ന് 16 വരാറില്ല. അതിനുമ്പ് വരുമായിരുന്നു. അമ്മയൊക്കെ നേരത്തെ നന്നായിട്ട് സംസാരിക്കും, ഇടപെടുകയൊക്കെ? അമ്മയൊക്കെ മരണത്തിനൊക്കെ ഞാൻ 2 ദിവസം പോയപ്പോൾ അവർ കാര്യമായിട്ടൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. പുള്ളിക്കാരിയുടെ അച്ഛൻ മരിച്ചില്ലേ, അന്നേരം അവരുടെ അമ്മയൊക്കെ എന്നോട് നല്ലപോലെ കുട്ടിയുടെ അമ്മയും വലിയ കാര്യം ഇവിടെ വന്ന് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കുമായിരുന്നു. അച്ഛൻ സ്ഥിരമായി ഇവിടെ വരാറുണ്ട്? അച്ഛൻ വരാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ? വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ. വരാം. അമ്മയുടെ സഹോദരനോ? അമ്മയുടെ സഹോദരൻ ഇതുവഴി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളി ഇവിടെ സാധനമൊക്കെ മേടിക്കാനൊക്കെ വരും. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യമൊക്കെ ഉണ്ടായിരുന്നതായി നിങ്ങൾക്ക് സൂചന? എന്തൊക്കെ പ്രശ്നം അവിടെ ബഹളമൊക്കെ ഉള്ളതുപോലെയൊക്കെ നടക്കുന്നതായിട്ടൊക്കെ 1-2 പേരൊക്കെ പറഞ്ഞായിരുന്നു. എന്താണ് അവിടെ അതിനകത്തുള്ള പ്രശ്നമോ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവും. ഈ മരണശേഷമാണ് കൂടുതലല്ലേ, മരണശേഷമാണ് കൂടുതലായിട്ട്. സാമ്പത്തിക പ്രയാസം എന്തെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? കടയിൽ ബുദ്ധിമുട്ട് ഒത്തിരി ഉണ്ടായിരുന്നെന്ന് പറയുന്നതായിട്ട്. 50-56 ലക്ഷം രൂപയുടെ കടമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നതാണല്ലോ. അറിയത്തില്ല, വ്യക്തമായിട്ട് അറിയില്ല. അവരങ്ങനെ വലുതായിട്ട് സംസാരിക്കും. അങ്ങനെ എൻ്റെ ഇന്നും ഇങ്ങനെ കടം വാങ്ങിയ പൈസയൊക്കെ ചോദിക്കുമ്പം ഇപ്പോൾ തരാം മാമി, ഞാൻ കുറച്ച് കഴിഞ്ഞ് തരാം, ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ ദേവസ്വം ബോർഡിലെന്ന് പറയുന്നുണ്ട്. സഹോദരനും ദേവസ്വം ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം പറയുന്ന കള്ളമെന്ന്. ഒത്തിരി പേര് കൊടുത്തു അവരുടെ മാലയും പൈസയായിട്ട്, അങ്ങനെ ആഭരണം പൈസയായിട്ട് കൊടുത്തു. ഇവരുടെ അടുത്ത് കൊടുത്തോ? ഇവരുടെ വാങ്ങിയത് ഓരോ എങ്ങനെയാ വാങ്ങിയെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഒത്തിരി പേര് വന്ന് പൈസ ചോദിക്കുന്നൊക്കെ പറയുന്നേ. 50 ലക്ഷത്തിന് മുകളിലൊക്കെ കട ഉണ്ടായിരുന്നു എന്നാണോ പറഞ്ഞത്? എന്നാ പറയുന്നത്. ആർക്ക്? അച്ഛനായിരുന്നോ അല്ലെങ്കിൽ ഈ ശ്രീതുവാ ഇതിന്റെ എല്ലാത്തിന്റെ പുള്ളിക്കാരി. അവിടെ വീടെല്ലാം നല്ല നോക്കുന്ന. വേറെ വീടുണ്ടായിരുന്നു അല്ലേ ഇവർക്ക്? താഴെ ഒരു വീടുണ്ട്, അത് പഴയ വീടാ. അത് സ്വന്തം വീട്. എത്ര കാലമായി ഇവിടെ വാടക താമസിക്കുന്നത്? 3 കൊല്ലമെങ്കിലും വരും. ഈ കുഞ്ഞ് ഗർഭിണിയായിരുന്നപ്പോഴൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഈ കുഞ്ഞിനെ അപ്പോഴൊക്കെ ഇവിടെ ആയിരുന്നു. ഇന്നലെ ബഹളം കേട്ടില്ല കേട്ടോ. ഇടയ്ക്ക് സംസാരമൊക്കെ കേൾക്കുന്നത് കേൾക്കാം. പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാൻ പോകില്ല. ഞങ്ങളുടെ അടുത്തൊന്നും അത്ര സഹകരണം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളെ വീടിനടുത്ത് താമസിക്കുന്നതാണല്ലേ? ഞങ്ങളെ വടക്ക് വശത്താണ്. അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പറയുന്നതേ അറിയാവൂ. ഇതിപ്പം അറിയുന്നതാണോ അല്ല നേരത്തെ അറിയായിരുന്നു? നേരത്തെ അറിയായിരുന്നു. അന്വേഷിച്ച ആൾക്കാരൊക്കെ ഒരുപാട് പേര് വരാറുണ്ട്. ലിവർ കംപ്ലൈന്റ്, സിറോസിസ് എന്നൊക്കെയാ പറഞ്ഞത്. പെട്ടെന്നായിരുന്നു, ആശുപത്രിയിലൊക്കെ ആയിരുന്നിട്ട് വന്ന് പെട്ടെന്നാണ് മരണം. ഇതും വ്യക്തമായിട്ടൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. വ്യക്തമായിട്ട് സ്കൂളിൽ പോകുന്ന വെച്ചാണ്. നിങ്ങളോടുള്ള ഇടപെടലിലൊന്നും ഒരു പ്രശ്നം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഭയങ്കര മാമി എന്നൊക്കെ വിളിച്ച് വലിയ കാര്യമായിട്ടാ സംസാരിക്കുന്നത്. അമ്മയും അവരുടെ അമ്മമ്മയാ, കുഞ്ഞിന്റെ അമ്മമ്മയും അങ്ങനെ തന്നെ വലിയ കാര്യം. വലിയ സ്നേഹമാണ്. അനിയത്തി താമസിച്ചിരുന്നപ്പോൾ നല്ല സഹകരണമായിരുന്നു, വലിയ കാര്യമായിരുന്നു. അപ്പോഴും ആശുപത്രിയിലായിരുന്നു. അവരുടെ ശ്രീധുവിന്റെ അച്ഛൻ ആശുപത്രിയിലായിരുന്നു. അപ്പോഴത്തേക്കും ഇവരെല്ലാം അവിടെയായിരുന്നു. ശ്രീധുവിന്റെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അത് എനിക്ക് കുഞ്ഞിന്റെ കരച്ചിലും ഇവരുടെ സംസാരമൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു ആ സമയത്ത്. അവരെപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സഹോദരനും ഈ ശ്രീധുവിന്റെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നം? കാരണം ശ്രീധുവിന്റെ ഭർത്താവ് അങ്ങനെ ഇവിടെ വരാറില്ല. വന്നത് തന്നെ ഇവിടെ മരണത്തിനാണ്. മരണത്തിന് കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ 16-ന് വന്നതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു ശബരിയിൽ അക്കൗണ്ടന്റ് എന്നാ പറഞ്ഞത്. സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ഒരു പാവത്താന. അല്ല ബാലധാര ശബരി എന്നാണ് തോന്നുന്നത്. പുള്ളിക്കാർ പറഞ്ഞു കേട്ടിട്ട് എനിക്കത് അങ്ങനെ മനസ്സിലായ.